നമ്മൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം രാജസ്ഥാനിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇന്നലെ അക്ലാര എന്ന് പറഞ്ഞിട്ടൊരു രാജസ്ഥാനിലെ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. ഭോപ്പാൽ പിടിക്കാനായിരുന്നു പ്ലാന്. പക്ഷേ എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. പിന്നെ രാത്രി ഒന്നും കാണത്തില്ലായിരുന്നു. ഇവിടുത്തെ വണ്ടികളുടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഒരു വണ്ടികളും മറ്റേ ടെയിൽ ലൈറ്റ് കാണത്തില്ല. പിന്നെ ഈ റൂട്ടിൽ ഭയങ്കര പശുക്കളുണ്ട്. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു അക്ലാര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തു. ഇനി ഭോപ്പാലിന് ഒരു 200 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇന്ന് രാവിലെ മഴയാണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല മഴയുള്ള ഇതാണ്. ഞാനിപ്പോൾ റോഡും കൂടെ കാണിച്ചു തരാം. ഇത് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളിത് പോകുന്ന വഴിക്ക് ഫുള്ള് ആട്ടുംകുട്ടികളാണ് കേട്ടോ. റോഡ് ഫുള്ളാണേ. ഓ, ഇത് കുറേ ആട്ടുംകുട്ടികളുണ്ട്. ഇതൊക്കെ മേയം കൊണ്ടുവിടുന്ന ഓരോരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതൊന്നുമല്ല കേട്ടോ. അതൊരു എനിക്കൊന്നൊരു 1000-ന് മുകളിൽ കാണുമായിരിക്കും. ഇതിപ്പോ റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. റോഡ് ഫുള്ള് ബ്ലോക്കായിട്ട് ആട്ടുംകുട്ടികൾ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിൽ എന്തോ ഒരു റെഡ് ഡോട്ട് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആരുടെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മറ്റേ തലപ്പാവൊക്കെ കെട്ടിയിട്ട് മറ്റേ രാജസ്ഥാനിലെ പുള്ളിക്കാരനെ പോലത്തെ ഒരു ആളാണിത്. ഫുൾ ഒട്ടകങ്ങളാണ്. നമ്മളങ്ങനെ ഭോപ്പാൽ സിറ്റി എത്തിയിരിക്കുകയാണ്. ഒരു വലിയൊരു ലേക്കൊക്കെ കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല വെരി ക്ലീൻ സിറ്റിയാണ് ഭോപ്പാലുള്ള. നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കര വെരി ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ കുറേ ഡിഫൻസിൻ്റെ ഒക്കെ വണ്ടികളാണ്. ഫുള്ള് ജിപ്സിയും മറ്റേ മിലിറ്ററി ട്രക്സും ഇതൊക്കെയാണ് കാണുന്നത് കൂടുതൽ ഇവിടെ ആയിട്ട്. പക്ഷെ വെൽ പ്ലാൻഡ് സിറ്റി പോലെയാണ് നമുക്ക് ഫീൽ ആയത്. നമ്മൾ നേരെ ഹൈദരാബാദിലോട്ട് പോവാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്റ്റോപ്പ് കണ്ടിട്ടാണ് നമ്മൾ ഹൈദരാബാദിലോട്ട് പോകാനാണ് പ്ലാൻ. നമ്മൾ ആ ലേക്കിൻ്റെ ബ്രിഡ്ജ് തന്നെയാണ് കയറുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. വീണ്ടും ഹൈദരാബാദ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ചെന്നൈ വരെയുള്ള റോഡ് 1 day 3 hours, ഓൾമോസ്റ്റ് 1500 kilometers മോർ. മെട്രോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പകുതി വരെ കിട്ടിയിട്ടുള്ളത്. ഇതൊരു ഫ്ലൈ ഓവറാണ്. നമുക്കിതൊരു ഈ ഇലക്ട്രോണിസിറ്റി ഫ്ലൈ ഓവറൊക്കെ പോലെയുണ്ട്. കുറേ ദൂരത്തേക്ക് ഇങ്ങനെയാണുള്ളത്. റീസെൻ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ഹൈവേ പോലെയാണ് തോന്നുന്നത്. സിറ്റി എല്ലാം നേരെ താഴെയാണ്. വെരി ക്ലീൻ സിറ്റിയാണ്. ഇതേതോ ഒരു നാഷണൽ പാർക്കാണ്. ഇതിൻ്റെ 2 സൈഡിലും ഉള്ളത് ഫോറസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ ഒരു പച്ച ഇത് കൊണ്ട് വെച്ചിരിക്കുന്നതുണ്ടോ. ഇതാണ് വൈൽഡ് ആനിമൽസ് ഒന്നും അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷെ എന്നാലും കുരങ്ങന്മാർ കുറേ ഉണ്ട്. പക്ഷെ 2 സൈഡും തിക്ക് ഫോറസ്റ്റാണുള്ളത്. മധ്യപ്രദേശ് എത്തി നമ്മൾ.
ഇത് കണ്ടോ, ഒരു സ്പെസിഫിക് സൈക്കിൾ പാത്ത് ഉണ്ട് കേട്ടോ. ഇത് നല്ല വീതിയിലുള്ള സൈക്കിൾ പാത്താണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുക. ഇപ്പോൾ അദിലാബാദിലെത്തി. അദിലാബാദ് ഹൈദരാബാദിന് ഒരു 200 കിലോമീറ്റർ മുമ്പാണ്. ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഒരു 50 ലിറ്റർ പെട്രോൾ അടിച്ചു. നമ്മളിപ്പോൾ ഇന്ന് ഹൈദരാബാദ് പിടിക്കാനാണ് പ്ലാന്. ഓൾമോസ്റ്റ് എത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 6:30 സമയം. എനിക്കൊന്നൊരു 9 മണി 10 മണി ആവും എത്താൻ വേണ്ടിയിട്ട്. ഹൈവേ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്. ഫുള്ള് പുറകു മൊത്തം ഡസ്റ്റ് പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഹൈവേ ആണ്. ഇവിടെ നിന്ന് നേരെ NH47 ആണ് ഈ ഹൈവേ. നമ്മുടെ നാട്ടിൽ പണ്ട് NH47 ആയിരുന്നു, പക്ഷേ ഇതിപ്പോൾ വേറെ ഹൈവേ ആണ്, NH47. അപ്പോൾ ഇനിയിപ്പോൾ ഹൈദരാബാദ് വെച്ച് കാണാം. നമ്മളിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പോൾ നല്ല കാറ്റാണ് ഇവിടെ, ഭയങ്കരമായിട്ട് കുറേ നേരമായിട്ട് നല്ല കാറ്റാണ്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി അവിടെ എത്താനാണ് പ്ലാൻ. ഇപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെയും കൂടെ കയറണം. നമ്മളിപ്പോൾ ഒങ്കോൾ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ ഹൈവേയുടെ മുകളിലുള്ളൊരു റെസ്റ്റോറൻറ്റാണ്, സ്കൈ വ്യൂ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആക്ച്വൽ ഹൈവേയുടെ മുകളിലിരുന്നാണ് കഴിക്കേണ്ടത്. എൻ്റെ ഒരു 2 വീഡിയോ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ ഉള്ള സ്കൈ വ്യൂ ഹോട്ടലാണ്. ഇത് റെസ്റ്റോറൻറ്റ് ഹൈവേയുടെ മുകളിലാണ്. ഞാൻ കാണിച്ചു തരാം.